സ്വാഗതം. സ്ക്രീൻ അറ്റ്മോസ്. വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് ഗജനി എന്ന തമിഴ് സിനിമ തിയേറ്ററിൽ കണ്ടത്. മുരുകദോസ് എന്ന അതുല്യ സംവിധായകൻ്റെ സ്കില്ലും ക്രാഫ്റ്റും കൃത്യമായി തിരിച്ചറിഞ്ഞ സിനിമയായിരുന്നു അത്. അതോടൊപ്പം ഹാരിസ് ജയരാജ് എന്ന അതുല്യ സംഗീത സംവിധായകൻ്റെ കഴിവുകളും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഈ ചിത്രം തന്നെ ഹിന്ദിയിൽ ടോട്ടൽ പ്രൊഫഷണൽ എന്ന് വിളിക്കാവുന്ന അമീർ ഖാനെ നായകനാക്കി മുരുകദോസ് സംവിധാനം ചെയ്തു. അവിടെ സംഗീതം കൈകാര്യം ചെയ്തത് AR റഹ്മാനായിരുന്നു. തമിഴിലും ഹിന്ദിയിലും പാട്ടുകളും പശ്ചാത്തല സംഗീതവും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്തു. രണ്ട് ഭാഷയിലും സിനിമ ഗംഭീര വിജയം കൈവരിക്കുകയും ചെയ്തു. ദൃശ്യവിസ്മയമൊരുക്കിയ ഏഴാം അറിവ് എന്ന സിനിമ സൂര്യയെ നായകനാക്കി ചെയ്തെങ്കിലും തിരക്കഥയിലെ പാളിച്ചകൾ ആ സിനിമയെ കുറേയൊക്കെ പിന്നോട്ടടിച്ചു. വിജയ് നായകനായി 3 ചിത്രങ്ങൾ: തുപ്പാക്കി, കത്തി, സർക്കാർ. 2 ചിത്രങ്ങൾ ഗംഭീര വിജയം കൊണ്ടാടുകയും ചെയ്തു. ചിരഞ്ജീവിയെ നായകനാക്കി തെലുങ്കിൽ സ്റ്റാലിൻ, മഹേഷ് ബാബുവിൻ്റെ സ്പൈഡർ, അങ്ങനെ ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച അതുല്യ സംവിധായക പ്രതിഭയാണ് മുരുകദോസ്. സൽമാൻ ഖാൻ നായകനായി അവതരിച്ച സിക്കന്ദർ റീസെൻ്റായി ഇറങ്ങിയ സിനിമ തിരക്കഥയിലെയും സംവിധാനത്തിലെയും മികവില്ലായ്മ കൊണ്ട് വല്ലാതെ പാളിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന മദരാസി തൻ്റെ വിമർശകർക്കുള്ള ചുട്ട മറുപടിയായിരിക്കും എന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ സിനിമ കെട്ടിലും മട്ടിലും ഒരു ശരാശരി നിലവാരമുള്ള സിനിമയായിട്ട്, കലാസൃഷ്ടിയായിട്ട് മാറിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. ആ സിനിമ കണ്ടിരുന്നപ്പോൾ വ്യക്തിപരമായി എൻ്റെ ഒരു ഫീലിംഗാണ്, ഗജനി എന്ന സിനിമയുടെ ഹാങ് ഓവറിൽ നിന്നും മുരുകദോസ് ഇനിയും മോചിതനായില്ലേ എന്നൊരാശങ്ക എനിക്ക് തോന്നി. അതെൻ്റെ മാത്രം തോന്നലാണോ എന്നെനിക്കറിയില്ല. ആക്ഷൻ സീക്വൻസുകൾ സിനിമയിൽ ഗംഭീരമായി വന്നിട്ടുണ്ടെങ്കിലും ആക്ഷൻ മാത്രമല്ലല്ലോ ടോട്ടൽ സിനിമ എന്ന് പറയുന്നത്. തിരക്കഥ വല്ലാതെ പാളിപ്പോയതായി എനിക്ക് തോന്നി. ദുർബലമായ രംഗങ്ങളിൽ പോലും പശ്ചാത്തല സംഗീതത്തിലെ മികവ് കൊണ്ട് കുറേയൊക്കെ ആ സിനിമയെ എൻഗേജ് ചെയ്യാൻ, ലിഫ്റ്റ് ചെയ്യാൻ അനിരുദ്ധ് എന്ന സംഗീത സംവിധായകന് കഴിയുന്നുണ്ട്. പക്ഷേ പാട്ടുകളുടെ കാര്യം പറഞ്ഞാൽ ചന്ദനം മുട്ടിക്കടിച്ചാലും ശരി ഞാൻ നന്നാവില്ലമ്മാവ എന്ന പതിവ് ലൈനിൽ തന്നെയാണ് അനിരുദ്ധ് ഇപ്പോഴും. പശ്ചാത്തല സംഗീതം എല്ലാ സിനിമകളിലും അദ്ദേഹം മികവുറ്റതാക്കുമ്പോൾ പാട്ടുകൾ ശരാശരി നിലവാരത്തിൽ താഴെയാണ് വരുന്നത്. അതിൽ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ടോട്ടൽ സിനിമ ശരാശരി നിലവാരത്തിൽ ഒതുങ്ങിപ്പോയി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പണം മുടക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു നിർമ്മാതാവിൻ്റെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഏതൊരു സംവിധായകനും മായ കാഴ്ചകളൊരുക്കാൻ, ദൃശ്യ വിസ്മയമൊരുക്കാൻ സാധിക്കും. പക്ഷേ കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയുടെ പിൻബലം ഇല്ല എങ്കിൽ ആ കാഴ്ചകളൊക്കെ വെറും കെട്ടുകാഴ്ചകളായി മാറാനും സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇരുത്തം വന്ന പ്രതിഭാധനരായ സംവിധായകർ ഈ അടിസ്ഥാന പാഠങ്ങൾ മറക്കുന്നുണ്ടോ എന്ന ഒരാശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.